മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും കരങ്ങൾ കോർത്ത് കഴിഞ്ഞു. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചന ശുശ്രൂഷയ്ക്കായി കാത്തു നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിലേക്കും കുടുംബത്തിലേക്കും വിശുദ്ധനായ പാട്രിക് ഇതാ കടന്നു വരികയാണ്. പിശാചിൻ്റെ കുതന്ത്രങ്ങളെയും ലൗകികമായ പ്രലോഭനങ്ങളും അതിജീവിച്ച അതിവിശുദ്ധനായ ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്. ഈശോയുടെ സ്നേഹവും കരുണയും വളരെയേറെ അനുഭവിച്ചറിഞ്ഞ ആ വിശുദ്ധൻ ഇന്ന് നമ്മോട് പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം. 1 യോഹന്നാൻ 2:17. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, എന്നാൽ ദൈവഹിതം നിർവഹിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കും. മകളെ, ലോകം വെച്ചു നീട്ടുന്ന മോഹങ്ങളുടെ അടുക്കലേക്ക് കടന്നു പോകാതെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നേക്കും നിലനിൽക്കുന്നത് എന്ന് വചനം പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ പാട്രിക് പലതരത്തിലുള്ള പീഡകൾക്ക് വിധേയനായി എങ്കിലും ഒരു വൈദികനാകാനായിട്ടുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിലെപ്പോഴും പൂത്ത് പുഷ്പിച്ച് അവൻ അതിനെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ മാർട്ടിൻ്റെ ശിക്ഷണത്തിലാണ് വൈദിക പഠനം പൂർത്തിയാക്കിയത്. വിശുദ്ധനായ ജർമ്മനിയിൽ മെത്രാനാണ് അദ്ദേഹത്തെ പുരോഹിതനാക്കി അഭിഷേകം ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞെന്നറിയാമോ? നമുക്ക് വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾ പൂവണിയിക്കാൻ വേണ്ടി ഓരോ വിശുദ്ധന്മാരെ ഓരോ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുത്. അയർലൻഡിലെ വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്. അയർലൻഡിനെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ഈ വിശുദ്ധനാണ്. ഓരോ ദിവസവും മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, കഠിനമായ പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ്. ഒരു ദിവസം വെള്ളമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് അവിടെ കടന്നു എന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ പാറ പിളർന്ന് വെള്ളം ജലപ്രവാഹമുണ്ടായി എന്ന് ജീവചരിത്രത്തിൽ വായിക്കുകയുണ്ടായി. മാരകമായ വിഷമുള്ള ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുമ്പോൾ വിശുദ്ധ പാട്രിക്കിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അവിടെ വളരെ വിഷജീവികളായ ഉരക ജന്തുക്കൾ കടന്നു വന്നപ്പോൾ വിശുദ്ധൻ ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവയോട് കൽപ്പിച്ചു എന്നേക്കുമായി വിട്ടുപോകാൻ. ഇപ്പോൾ അയർലൻഡിൽ വിഷജീവികളൊന്നും തന്നെയില്ല. 120 വർഷം വരെ ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ആ വിശുദ്ധൻ നൽകിയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ സമയം അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന വീടുകൾക്ക്, സ്ഥലങ്ങൾക്ക് ജലാശയങ്ങൾ എന്ന പോലെ കിണറുകളിൽ വെള്ളം വന്ന് നിറയട്ടെ. വീടുകളിൽ പാമ്പിൻ്റെ ശല്യമുള്ളവർ, അപ്രകാരമുള്ളവർ പ്രാർത്ഥിക്കട്ടെ. എല്ലാ നാരിക സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങളിലെ ചില രോഗങ്ങൾ, ശ്വാസം മുട്ട്, ബോധക്ഷയം, ഫിക്സ്, അപസ്മാരം മുതലായ രോഗങ്ങൾ ഈ സമയം വിട്ടുപോകട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനം, ലഹരി വസ്തുക്കൾ, അതുപോലെ തന്നെ ജഡമോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് മാനസാന്തരത്തിന് വരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.